ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് അല്ലേ? നമ്മളെല്ലാവരും ഒന്ന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുകയാണ്. ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നില്ലേ? അപ്പം നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് അനുഗ്രഹങ്ങളാണ് തരുന്നതെന്ന് നോക്കാം അല്ലേ? അതുപോലെ യൂണിവേഴ്സ് നമുക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് തരാൻ പോകുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇതൊരു ചെറിയ റീഡിംഗ് ആണ് കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവുന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ ഇട്ടേക്കുക. ടൈംലെസ് ആണ് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ടാരോട്ട് കോഡ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. യൂണിവേഴ്സ് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നമുക്ക് തരുന്നത്? യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നമുക്ക് തരുന്നത്? ഒരു കാർഡ് താഴേക്ക് വന്നിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് തരുന്ന ബ്ലെസ്സിങ്സ്, ഇതെല്ലാം കൂടെയാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ തരുന്ന ബ്ലെസ്സിങ്സ്, യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ്സ്. ഇപ്പൊ എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്. അപ്പം യൂണിവേഴ്സിനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഓരോരുത്തരും അവനവന്റെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അല്ലെ? അപ്പോ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് തരുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ഈ ഒരു സമയത്ത് തരുന്നത് നോക്കാം. Seven of Wands, King of Wands, Six of Swords, Hanged Man, Eight of Cups, Ten of Swords, Ace of Swords, Eight of Pentacles, Two of Pentacles, Nine of Wands, Magician, of Sun, King of Wands, Queen of Swords, Seven of Pentacles, Ten of Pentacles. Bottom of the deck കൂടെ എടുത്തിട്ടുണ്ട്. Six of Cups. അപ്പൊ ഇതൊക്കെയാണ് കാർഡുകൾ കിട്ടിയിട്ടുള്ളത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ല മെസ്സേജസ് ഒക്കെ തരുന്നുണ്ട്. മജീഷ്യൻ വന്നിട്ടുണ്ട്, സൺ വന്നിട്ടുണ്ട്, കിങ് ഓഫ് സോർഡ്സ് ഉണ്ട്, കിങ് ഓഫ് വാണ്ട് ഉണ്ട്, ടെൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് സോർഡ്സ്. അങ്ങനെ നല്ല നല്ല കാർഡുകളുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ, ആദ്യം എനിക്ക് കിട്ടിയ കാർഡെല്ലാം പ്രോബ്ലങ്ങളുടെ കാർഡ്. ഈ റീഡിംഗ് കാണുന്നവരുടെ ലൈഫിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഏതോ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോയിട്ടുണ്ട്. ഒരുപക്ഷെ മരിച്ചു പോയതാവാം, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാവാം. അങ്ങനെയൊക്കെ പോയിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. ഇത് ലവ് റീഡിങ് ആണെങ്കിൽ ലവ് റീഡിങ് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് പറയാം. അപ്പോ നിങ്ങളുടെ ലവിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വേദന തരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ലവില് ഒരുപാട് പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി പ്രോബ്ലത്തിലാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവാം, നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് നോ കോണ്ടാക്റ്റിലായിരിക്കാം. നിങ്ങൾ തമ്മിൽ ഒരുപാട് ബൗണ്ടറീസ് ഉണ്ട്. നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കോണ്ടാക്ട് ചെയ്യുന്നതിൽ ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്, അതിർവരമ്പ് ഇട്ടിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഒക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ ലവർ ആവായാലും നിങ്ങളുടെ ഹസ്ബൻഡ് ആയാലും ഒരുപക്ഷെ തേർഡ് പാർട്ടി വ്യക്തിയാവാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളാവാം കേട്ടോ. അങ്ങനെയൊക്കെ പറയാം. പിന്നെ നിങ്ങളുടെ ലവിന്റെ കാര്യത്തിൽ വളരെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നു. ഇപ്പം ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആണ്. ഹാങ്ഡ് മാനും നൈറ്റ് ഓഫ് പെന്റക്കിൾസും ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നും എല്ലാം തോന്നുന്നു. അങ്ങനെ ഒത്തിരി പ്രോബ്ലം. നിങ്ങളെ ഒരുപക്ഷെ വേറെ നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം. രണ്ടുപേരും രണ്ടിടത്തായിരിക്കാം, വിദേശത്തായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒരാളും. അപ്പൊ അങ്ങനെ ഒത്തിരി പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇവിടെ എല്ലാവരോടും അല്ല കേട്ടോ. ഇവിടെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുള്ള വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങൾ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് പോയിരിക്കുന്ന വ്യക്തികളോട് അല്ല പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കാൻ പറഞ്ഞു. അപ്പൊ അല്ലാത്ത വ്യക്തികൾ തൽക്കാലത്തേക്ക് നിങ്ങൾ മാറി നിൽക്കുകയോ എന്തെങ്കിലും കാരണം കൊണ്ട് പിണങ്ങി പിരിഞ്ഞ് നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ
6 കപ്പ് കാണുന്ന കാർഡ് വന്നു. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി തിരിച്ചു വരുമെന്ന് കാണുന്നുണ്ട്. ചില വ്യക്തികൾ ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ സ്റ്റക്ക് ആണെങ്കിലും തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്. മജീഷ്യൻ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി തിരിച്ചു വരാൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സണ്ണ് വന്നിട്ടുണ്ട്. സന്തോഷം സക്സസ്സും ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആ ഒരു വ്യക്തി തിരികെ വരും. നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ് ഉണ്ട്. 10 ഓഫ് പെന്റക്കിൾസ്, സന്തോഷകരമായിട്ട് ഭാര്യയും നല്ല സ്നേഹമുള്ള ഒരു കുടുംബമാണിത്, സാമ്പത്തികവും എല്ലാം ഉള്ള. അപ്പോൾ ഒരു സന്തോഷകരമായ ഫാമിലി ലൈഫ് ഉണ്ടെന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രോബ്ലത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആരൊക്കെയോ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം, ഫാമിലി ലൈഫിലാകാം. 10 ഓഫ് സോർട്സ്, അതായത് ഒത്തിരി പ്രോബ്ലം ഒരുപക്ഷെ ഫാമിലി ലൈഫിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ എന്താ പറയാ കള്ളു കുടിച്ചിട്ടൊക്കെ ഒരുപാട് ഉപദ്രവിക്കുന്ന വ്യക്തിയാവാം. അല്ലെങ്കിൽ ഹസ്ബൻഡിന് വേറെ ബന്ധങ്ങൾ ഉണ്ടാവാം, അതിന്റെ പേരിൽ നിങ്ങൾ ഒരുപാട് സഹിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ലായിരിക്കാം. ഭയങ്കര പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ വ്യക്തി പോയിട്ടുണ്ടാവില്ല, നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല, രണ്ടുപേരും ഒരു വീട്ടിലായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ കഴിയുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ പക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവാം, പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റൊരു വ്യക്തിയാവാം. അങ്ങനെയുണ്ട്. അങ്ങനെയുള്ളവരുടെ എനർജിയും കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിനെ, നിങ്ങളുടെ ലവരെ ഒരുപാട് സ്നേഹമുള്ള ആളുകളെ ഇവിടെ കാണുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും വേണ്ടിയില്ല ഒന്ന് തിരികെ വന്നാലും ഞാൻ സ്വീകരിക്കും എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവർക്കും അങ്ങനെയൊക്കെ പോയ വ്യക്തികൾ തിരികെ വരാൻ ആഗ്രഹിക്കില്ല, പക്ഷെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ മാനിഫെസ്റ്റ് ചെയ്യണം, തിരികെ വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരിക്കൽ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നുള്ള കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വരുമെന്ന് അങ്ങനെ തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തിരികെ വരും കേട്ടോ. ചിലര് വളരെ നല്ല സ്നേഹമാണ്. ചില സാഹചര്യങ്ങൾ, അവരുടേതായിട്ടുള്ള ചില സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളും അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കൊണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ട്. പക്ഷെ നിങ്ങളെ എപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ ലഭിക്കാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവാൻ ജോലി അന്വേഷിച്ച് പോയിരിക്കുന്നത്, ജോലിയുടെ ആവശ്യങ്ങളോ അങ്ങനെയൊക്കെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കുന്നതാവാം. അല്ലെ വീട്ടിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം ഒക്കെ ഒന്ന് പരിഹരിക്കാൻ മാറി നിൽക്കുന്നതാവാം. അപ്പൊ ഒരുപക്ഷെ കോണ്ടാക്ട് തന്നെ ഇല്ലായിരിക്കാമെന്ന് തോന്നുന്നു. അവര് കോണ്ടാക്ട് വരും, എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റിൽ വരുമെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റിൽ വരും എന്നാണ് അവർ പറയുന്നത്. തൽക്കാലം കുറച്ച് നല്ല ഒരു സാമ്പത്തികം അവർക്ക് ആവശ്യമുണ്ട്, ഏതൊക്കെയോ കാര്യങ്ങൾക്ക്. അതിനു വേണ്ടിയിട്ട് അവര് മാറി നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. സണ്ണാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സക്സസ് ആണ്, സന്തോഷമാണ്. നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്കുണ്ട് ഉറപ്പായിട്ട്. അങ്ങനെ അത് ചിലരോടാണ് പറയുന്നത്. ഇപ്പൊ ഓരോ സെക്ഷൻ ഇതിന് ആർക്കൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അല്ലെ. ഓരോരുത്തരോടും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് ആരോടൊക്കെയാണ് പറഞ്ഞത്. ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എല്ലാം ഒരുപോലല്ല, എല്ലാവരുടെയും ലൈഫ് ഒരുപോലല്ല, എല്ലാവരുടെയും സിറ്റുവേഷൻസ് ഒരുപോലല്ല അല്ലെ. അത് നമുക്കറിയാലോ. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് നിങ്ങളത് എടുക്കാന്നേ ഉള്ളൂ കേട്ടോ. കാർഡുകളിൽ വരുന്ന പോലെയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാർഡുകളിൽ ഇങ്ങനെ പല എനർജീസ് ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിദേശത്താവാം എന്ന് എനിക്ക് തോന്നുന്നു. വിദേശത്തുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് വിദേശത്ത് നല്ല ജോലിയൊക്കെ ലഭിക്കുമെന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ട് ആയതുകൊണ്ട് എങ്ങനെയാലും വിദേശത്ത് പോയാലെങ്കിലും രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ നിങ്ങൾ വിദേശത്ത് പോയിട്ടുണ്ടാവാം. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നു. പക്ഷെ നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾക്ക് നല്ല ജോലിയില്ല, തുച്ഛമായ സാലറിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ചിലർക്ക് നിങ്ങളെ കൊണ്ടുപോയിട്ട് ഒരുപക്ഷെ ലേഡീസോ ജെന്റ്സോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ജോലിയല്ല, വേറെ ഏതെങ്കിലുമൊക്കെ ജോലി ഇത് തൽക്കാലം നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരും. അല്ലെങ്കിൽ നിങ്ങൾ ചില ചീറ്റിങ്ങിലൊക്കെ പെട്ടിട്ടുണ്ടാവാം. വല്ലാത്തൊരു സിറ്റുവേഷനിലൊക്കെ ഒരുപക്ഷെ ഇരിക്കുന്ന വ്യക്തികളെയൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്യുന്ന, നിങ്ങളിപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ആളുകളെ എനിക്ക് കാണുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരണോ, എന്ത് വേണമെന്ന് അറിയാൻ വയ്യ ഇരിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നാട്ടിലേക്ക് വന്നാൽ എന്ത് ചെയ്യുന്നു ഓർത്തിട്ടാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നാട്ടിലേക്ക് ഒരുപാട് കടങ്ങളും
കടം വാങ്ങിയൊക്കെ പോയിരിക്കുന്നതായിരിക്കാം, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കയറി പോയിരിക്കുന്നതായിരിക്കാം. ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോട് പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ചും കൂടെ അവിടെ തന്നെ തുടരുക, നിങ്ങൾ ട്രൈ ചെയ്യുക, കുറച്ചുകൂടെ നല്ല ജോലിക്കായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പം സ്റ്റക്ക് ആയിരിക്കാം സിറ്റുവേഷൻ, പക്ഷെ നിങ്ങളോട് പറയുവാണ് കുറച്ചുകൂടെ ഒന്ന് ട്രൈ ചെയ്യൂ, അല്ലെങ്കിൽ കുറച്ച് അതിനോട് ശ്രമിക്കുക. ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങളുടെ സമയത്തിൻ്റെതാവാം, നിങ്ങളുടെ ഒരു സമയമൊന്നും ചേഞ്ച് ആവാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം ആ ഒരു മോശം സമയം ആയതുകൊണ്ടാണ് ഒരുപാട് പ്രോബ്ലം അനുഭവിച്ചായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജോലി ലഭിക്കും, അല്ലെങ്കിൽ നല്ലൊരു സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാവും എന്നിവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ആ ജോലിക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ജോലി കിട്ടിയതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക, നല്ലൊരു ജോലി ലഭിച്ചതായിട്ട് മനസ്സിൽ കാണുകയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും. ജോലി ലഭിക്കാനും നല്ല സാമ്പത്തിക വരാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തിനാണ് വരുന്നതെന്ന് അറിയിക്കണം, അത് പറയണം കേട്ടോ. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെ ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിനൊക്കെ ഉള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങളോട് പറയുന്ന മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് 2 സണ്ണാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു നല്ല കാലമുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കും, നല്ല രീതിയിൽ സാമ്പത്തികം നിങ്ങൾക്ക് വരും. നിങ്ങൾ ഒരുപാട് സാമ്പത്തികം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തികം ഒരുപാട് വേണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടുത്തെ നിങ്ങളുടെ ഫ്യൂച്ചർ തീർച്ചയായിട്ടും 10 ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് പണം ഏൺ ചെയ്യാൻ പറ്റും, നല്ലൊരു സാമ്പത്തിക സ്ഥിതിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 10 ഈ ഒരു സിറ്റുവേഷനിലൂടെ ലൈഫിന് കൊണ്ടുപോയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ടും ദാരിദ്ര്യവും കടവും എല്ലാം കൂടെ നിങ്ങളെ വലച്ചിരിക്കുന്ന, മരിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തികളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങൾ. മരണതുല്യമായൊരവസ്ഥ, ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടാവും. അത് നിങ്ങൾ തന്നെ വിശ്വസിക്കണം, അത് നിങ്ങൾ വിശ്വസിക്കണം. ഇത് 10 ഓഫ് സോർട്സ്, ഒരു മനുഷ്യന്റെ മേലെ 10 വാള കുത്തി ഇറക്കിയിരിക്കുന്നതാണ്. അതായത് ഇനി ആ വ്യക്തി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല അവരുടെ ലൈഫിൽ. അതുപോലെ ഈ ഒരു രീതിയിൽ ജീവിച്ചിട്ടുള്ള വ്യക്തികൾക്ക്, ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ലൈഫ് ഉണ്ടാകും. 10 ഓഫ് പെന്റിക്കിൾസ് എനർജി, സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ്, എല്ലാം തികഞ്ഞൊരു ഫാമിലി ലൈഫ്. സാമ്പത്തികമുണ്ട്, വീടുണ്ട്, സ്നേഹിക്കുന്ന ഒരു ഭാര്യയുണ്ട്, തിരിച്ചായാലും സ്നേഹിക്കാൻ ഒരു ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, സന്തോഷകരമായിട്ടുള്ളൊരു ഫാമിലി, കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ലൈഫ് ഷുവറായിട്ട് നിങ്ങൾക്കുണ്ട്. പക്ഷെ ഇത് വേണമെങ്കിൽ നിങ്ങൾ ആദ്യം അത് എനിക്ക് ഉണ്ടാകും എന്ന് വിശ്വസിക്കണം. നിങ്ങൾക്കിതൊന്നും ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ് വിചാരിക്കും, ഓ എനിക്കിനി ലൈഫൊന്നുമില്ല, എന്റെ ലൈഫ് തീർന്നു, ഇതേ രീതിയിൽ ഇനിയിപ്പോ എന്തോന്ന്, എങ്ങനെയാണ് മരിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ എന്താണോ പറയുന്നത്, നിങ്ങൾ എന്താണോ അവിടെ ആഗ്രഹിക്കുന്നത്, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾ മരിക്കും. നിങ്ങൾ എപ്പോഴും എന്താണോ പറയുന്നത്, എപ്പോഴും എന്താണോ ചിന്തിക്കുന്നത്, അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ സിറ്റുവേഷനൊക്കെ മാറും, ഉറപ്പായിട്ടും എൻ്റെ ഈ സിറ്റുവേഷനൊക്കെ മാറും, എനിക്ക് നല്ലൊരു ജോലി ലഭിക്കും, നല്ല രീതിയിൽ സാമ്പത്തികം എനിക്ക് ഉണ്ടാക്കാൻ കഴിയും, യൂണിവേഴ്സ് അതിനെന്നെ സഹായിക്കും, അതിൻ്റെ കടങ്ങളൊക്കെ വീട്ടാൻ കഴിയും, എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി, എനിക്കെല്ലാം യൂണിവേഴ്സ് തരും, നല്ലൊരു സാമ്പത്തികം എൻ്റെ ലൈഫിലേക്ക് വരും, നല്ലൊരു ലൈഫ് എനിക്ക് ഉണ്ടാകും എന്ന് നിങ്ങളോട് തന്നെ പറയണം, നിങ്ങളുടെ മനസ്സിനോട് തന്നെ പറയണം. പോസിറ്റീവായിട്ട് ഇരിക്കണം, അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, മാനിഫെസ്റ്റ് ചെയ്യണം, അതങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിക്കണം. എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആ പറഞ്ഞതും ആഗ്രഹിച്ചതുമായ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഇതാണ് യൂണിവേഴ്സിൽ നിങ്ങളോട് പറയാനുള്ളത്, ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഒരുപാട് പേര് റീഡിങ്ങിന് വരുന്നുണ്ട്. അപ്പൊ അവരോടാണ് എനിക്കിത് പറയാനുള്ളത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ്, എല്ലാം സാമ്പത്തികങ്ങളും എല്ലാം തന്നെ പൂർത്തീകരണമാണ്, എല്ലാം തികയുമ്പോഴാണല്ലോ പൂർത്തിയാകുന്നത്, അതുണ്ടാവും എന്നാണ് പറയുന്നത്. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു മെസ്സേജാണ്. ആർക്കൊക്കെയാണെന്ന് എനിക്കറിയില്ല, അതിനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇത് നിങ്ങളോടുള്ള മെസ്സേജാണ് യൂണിവേഴ്സിന്റെ.
കേട്ടോ. ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഇതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് സൺ ഉദിക്കുകയാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണല്ലോ സൺ, അല്ലെ? സൂര്യനില്ലാതെ നമുക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ഭൂമിയിൽ സൂര്യനില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് സൂര്യൻ ഉദിക്കുകയാണ്. സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷവും സക്സസും വരികയാണെന്നാണ്. ഇവിടെ ഒരു കുട്ടിയെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കുട്ടികളില്ലാതിരിക്കുന്ന ഒരുപാട് നാളായിട്ട് വിഷമിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്കൊരു കുട്ടി ലഭിക്കാൻ പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവാൻ പോകുന്നു. നിങ്ങൾക്ക് ഒരുപാട് നാളായി കുട്ടികളില്ലാതിരിക്കുന്നവർ എൻ്റെ അടുത്ത് റീഡിങ്ങിന് വരാറുണ്ട്. കുട്ടി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഈ റീഡിങ് ഉള്ളവർ കുട്ടികൾ ഉണ്ടാകാത്ത ഈ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം താമസിയാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കുഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും കേട്ടോ. നിങ്ങൾക്ക് യൂണിവേഴ്സ്, നിങ്ങൾ വിളിക്കുന്ന ദൈവം, നിങ്ങൾ ശക്തമായിട്ട് തന്നെ വിളിച്ചോളൂ. അപ്പൊ കുട്ടികളില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് സൺ വരുവാണ്. ശ്രീകൃഷ്ണ ജയന്തി ദിവസം യൂണിവേഴ്സ് എനിക്ക് തരുന്ന മെസ്സേജാണ്, ശ്രീകൃഷ്ണൻ തരുന്ന മെസ്സേജാണ്. കുട്ടികളില്ലാത്ത ആരെങ്കിലുമൊക്കെ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവും. ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. അതുപോലെ തന്നെ മജീഷ്യൻ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാജിക് സംഭവിക്കാൻ പോകുന്നുള്ളതാണ്, മിറാക്കിൾ. ഈ റീഡിങ് കാണുന്ന ആരുടെയൊക്കെയോ ലൈഫിലേക്ക് ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു. മിറാക്കിൾ അതായത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ സാധ്യമാകും. നിങ്ങളത് അന്വേഷിച്ച് നടക്കേണ്ട. നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അത് നേടിയെടുക്കാനുള്ള കഴിവുണ്ടെന്ന് യൂണിവേഴ്സ് പലരോട് പറയുകയാണ്. മജീഷ്യൻ, നിങ്ങൾക്ക് ഈ മാജിക്കൽ പവർ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. ഡിവൈൻ കണക്റ്റഡ് ആണ് നിങ്ങളുടെ ഇൻഫിനിറ്റി ചിഹ്നം. നിങ്ങൾ ദൈവവുമായി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. ദൈവാനുഗ്രഹം ഒരുപാടുള്ള വ്യക്തികളാണ്. മാരേജ് നടക്കാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഒക്കെ ഈ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ, ഒരുപാട് നാളായി മാരേജ് നടക്കാതെ കാണുന്ന ലേഡീസും ഉണ്ട്, ജെന്റ്സും ഉണ്ട്. ഒരുപാട് പ്രായമൊക്കെ ആയിട്ട് കല്യാണം നടക്കുന്നില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ആർക്കൊക്കെ മാരേജ് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം. മാരേജ് നടക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിക്കുക. ഏതൊക്കെ വഴിയിലൂടെ ഒരു മാരേജിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും, അത് ആ വഴിയൊക്കെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടത് ഏത് ടൈപ്പിലുള്ള ഒരു വരനാണ് വധുവാണെന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആ രീതിയിലുള്ള തന്നെ യൂണിവേഴ്സ് തരും, ഉറപ്പായിട്ടും തരും. ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. ജോലിയുടെ കാര്യമായാലും നിങ്ങൾക്ക് ഏത് ടൈപ്പ് ജോലിയാണ് വേണ്ടത്, എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളത് തന്നെ യൂണിവേഴ്സ് തരും. അത് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈമുണ്ട്, ഒരു ഡിവൈൻ ടൈം. നമ്മൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാൻ ഒരു ടൈമുണ്ട്. ആ ഒരു ടൈമിൽ ഉറപ്പായിട്ടും ലഭിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ത് ലഭിക്കും. പക്ഷെ അതിനു മുമ്പ് ചിലപ്പോൾ വേറൊരു ജോലി ലഭിക്കാം. ആ ജോലി ലഭിക്കുമ്പോൾ നമ്മൾ അതിൽ നിൽക്കുക, വീണ്ടും ട്രൈ ചെയ്യുക, നമ്മുടെ കിട്ടുന്നത് വരെ ട്രൈ ചെയ്യുക. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന അത് ലഭിക്കാൻ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായി ചിലപ്പോൾ വരും. ഏറ്റവും ബെറ്റർ കിട്ടണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണം, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കിട്ടണമെങ്കിൽ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട്, ആ സമയത്ത് വന്നു ചേരും. അപ്പൊ നമ്മൾ എന്ത് വേണമെങ്കിലും നമ്മൾ അതിനെ ആഗ്രഹിക്കണം, മാനിഫെസ്റ്റ് ചെയ്യണം. നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തന്നെ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യണം. നമ്മൾക്ക് എന്തിനാണ് എനിക്കതിനുള്ളൊരു കഴിവില്ല എന്നൊരു ചിന്തയാണ് എല്ലാവരുടെയും മനസ്സിൽ. അങ്ങനെയല്ല, നമ്മൾക്ക് എല്ലാത്തിനുമുള്ള കഴിവുണ്ട്. നമ്മൾക്ക് എന്തോ ആഗ്രഹിക്കാം, നമ്മൾക്ക് എന്തോ ആഗ്രഹിക്കുന്നതിനും തരാനായിട്ട് യൂണിവേഴ്സ് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കാത്തതുകൊണ്ട് നമ്മൾക്ക് വലുതൊന്നും ആഗ്രഹിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ നല്ലതൊന്നും ആഗ്രഹിക്കാൻ പറ്റില്ല. നമ്മളുടെ വിചാരം എന്താണ്? നമ്മൾക്ക് ഇതിനുള്ള ക്വാളിറ്റി ഇല്ലെന്നാണ്, നമുക്ക് അതിനുള്ളൊന്നും അർഹതയില്ലെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതും ഏറ്റവും നല്ലതായിട്ടുള്ളതും മാത്രമേ ആഗ്രഹിക്കാവൂ. അങ്ങനെ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും കേട്ടോ. അത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. അപ്പം അങ്ങനെ മാരേജ് നടക്കാതിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മാരേജ് അടുത്ത് വരുന്നുണ്ട്, നിങ്ങളുടെ മാരേജ് നടക്കാൻ പോകുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മെസ്സേജ് പോസിറ്റീവായിട്ട് എടുത്ത് നിങ്ങളത് ട്രൈ ചെയ്യുക, നിങ്ങളതിനെ മാനിഫെസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വധു അല്ലെങ്കിൽ വരൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരും ഉടനെ തന്നെ കേട്ടോ. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഏതെങ്കിലും വരനെയോ വധുവിനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിലും അതായാലും വരും. ഒരുപക്ഷെ നിങ്ങളുടെ ടിൻ ഫ്ലെയിമോ സോൾമേറ്റോ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതും വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അതിനെ നിങ്ങളുടെ ലൈഫിലേക്ക് തരുമെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ്.
അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളൊന്ന് കാത്തിരുന്നാൽ മതി. കുറച്ചുണ്ട്. ഇവിടെ 9 ഫാണ്ടാണ്, 8 ഫാണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അടുത്തത് വെക്കാൻ പോവാണ്. അത്രയും സമയം കുറച്ചു. ചിലരോട് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ട്രൈ ചെയ്യുക, അല്ലെ കുറച്ചും കൂടെ ഒന്ന് കാത്തിരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ചിലർക്ക് വിദേശ യാത്രയ്ക്കൊക്കെ പോകാനായിട്ടുള്ളവരാണെങ്കിൽ പോകുമെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് ചിലപ്പോൾ നിങ്ങൾ വരുന്നുണ്ടാവാം. നിങ്ങൾ ഇപ്പൊ സെലിബ്രേഷന്റെ സമയം, ഓണം സെലിബ്രേഷൻ ഒക്കെ അല്ലേ, അപ്പൊ നാട്ടില് എല്ലാവരെയും കാണാൻ നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം. നാട്ടിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഫാമിലി വിദേശത്തേക്ക് കൊണ്ടുവന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ ഗൾഫ് രാജ്യങ്ങളിലുള്ളവര് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ടൊക്കെ തയ്യാറെടുക്കുന്നുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള വിദേശ യാത്ര കാണുന്നുണ്ട് പലർക്കും കേട്ടോ. അപ്പൊ ഒരുപാട് ആഘോഷങ്ങൾക്ക് നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. ഓണമൊക്കെ അല്ലേ, അപ്പൊ ഒരുപാട് ആഘോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് സണ്ണാണ്. സന്തോഷം, സക്സസ്സും ഒക്കെ ഉള്ള ഒരു ടൈമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ റീഡിങ് വന്നിരിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് സോഡ്സ് ഉണ്ട്. കിങ് ഓഫ് സോഡ്സ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണെന്ന് പറയുന്നത് കേട്ടോ. മജീഷ്യനും എല്ലാം കൂടെ കണ്ടിട്ട് അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പൊ ഇതാണ് എനിക്ക് ഇന്നത്തെ റീഡിങ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട കാര്യത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോ ഇന്നത്തെ റീഡിങ് യൂണിവേഴ്സ് നിങ്ങളെ പലർക്കും നല്ലൊരു മെസ്സേജാണ് തന്നത്. ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ശ്രീകൃഷ്ണനും നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജാണ് തന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആ മെസ്സേജിനെ നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റെടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ വേഗം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക തടസ്സമോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തടസ്സമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാൻ, ഞാൻ അതിനൊക്കെയുള്ള സൊല്യൂഷൻസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബായ്.